റോഡ് പണി നടക്കണോണ്ട് തന്നെ തേജുവിനെ ഇപ്പൊ സ്കൂൾ ബസ് കയറ്റാത്ത സെന്ററിലേക്ക് കയറണം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ. ഇന്നാണെങ്കിലോ തേജുവിന്റെ ഫ്രണ്ട് നിവേദിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവനാണെങ്കിൽ കളർ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോ തേജുവിന് അത് പിടിച്ചില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഒന്ന് കളർ ഡേ ആണെന്ന് അവൻ വിചാരിച്ചത്. കാരണം നിവേദ് ഇട്ടത് വൈറ്റ് കളർ ആയിരുന്നു. അപ്പൊ വൈറ്റ് കളർ ഡേ ആണ്, ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു വിചാരിച്ച് കുറച്ച് നേരം തേജുവിന് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതേ നിവേദിനോട് വേണമെങ്കിട്ട് എന്റെ കൈ പിടിച്ചിട്ടാണ് നടക്കണത്. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അതെ ഞങ്ങൾ നടന്ന് സെന്ററിൽ എത്തിയിട്ടാ. പിന്നെ അവരുടെ വണ്ടി വന്നപ്പോ അതിലും കയറ്റി വിട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാട്ടോ ചെയ്യണത്. കുറച്ചങ്ങോട്ട് നടക്കാണ്ട് ഒരു 5 മിനിറ്റിന് നടക്കാള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയ വഴിക്കാൻ എനിക്ക് ചെറിയൊരു പണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം തലേന്ന് ഞാൻ തുണികളൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ദേ വേഗം മടക്കി വെച്ചു. പിന്നെയാണ് കേട്ടോ ഒരു 8ന്റെ പണി ബാക്കിയിരിക്കണ കാര്യം ഞാൻ ഓർത്തത്. വേറെ ഒന്നല്ല, വിൻഷാട്ടിന്റെ പാന്റ് ഇതേ സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഷീന്റെ ഒരു വട്ടം തയ്ച്ചപ്പോ എന്റെ മിഷീൻ നാശാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു സൂചി നൂലൊക്കെ എടുത്തിട്ട് ഇതൊക്കെ തുന്നി വൃത്തിയാക്കി വെച്ചു. ഏകദേശം 1 മാസം ആവാറായിണ്ടാവും എന്നോട് ഇത് ശരിയാക്കി വെക്കാൻ പറയുന്നു. ഇന്നെങ്കിലും ഇത് ശരിയാക്കി വെച്ചില്ലെങ്കിൽ നാളെ എന്റെ കാര്യത്തിൽ തീരുമാനമാവൂട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം റെഡിയാക്കിയിട്ടുണ്ടേ, പേടിച്ചിട്ടൊന്നല്ല കേട്ടാ.